ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് വീണ്ടും നിങ്ങളിവിടെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്ന സമയത്തും ക്ലാസ്സിലേക്ക് വന്ന സമയത്തും നിങ്ങൾ കുറച്ച് ടെൻഷനിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? കാരണം ഒരു ജോലി എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം ശ്രീശങ്കരാചാര്യ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഉണ്ട്, ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയല്ലേ നിങ്ങൾ വന്നിട്ടുണ്ടാവുക. അല്ലാതെ ഒരു ടൈം പാസിന് പഠിക്കാമെന്നില്ലല്ലോ അല്ലേ? അപ്പോൾ ഇവിടുന്ന് പഠിക്കാൻ വരുമ്പോഴുള്ള ആ ഒരു കോൺഫിഡൻറ്റും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴുള്ള ഒരു കോൺഫിഡൻറ്റ് വ്യത്യാസമല്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരു കരുത്തില്ലേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പം രണ്ടാൾക്കാരുടെ മുമ്പിൽ ചെന്ന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് എനിക്കത് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻറ്റോട് കൂടി ആയിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി പോയിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലാസ് കൂടാതെ ഒരുപാട് ഇന്റർവ്യൂ ടിപ്സിൻ്റെതും പേഴ്സണാലിറ്റിയുടെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനും ഉണ്ടാവും. കാരണം നിങ്ങൾ പഠിച്ച ഒരു ജോലി കിട്ടാൻ ഒരു സാധ്യത കാര്യം കഴിഞ്ഞാൽ അവർ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളോട് ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് എനിക്കത് പറ്റില്ല, എനിക്കത് ആവില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി. കാരണം കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർന്നതിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്കത് ചിലപ്പോൾ ജസ്റ്റ് ഇന്ന് എന്താണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് തയ്യാറായിരിക്കും. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ ഒരു പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ മാക്സിമം ശ്രമിക്കാം എന്നുള്ളൊരു പോസിറ്റീവ് മെന്റാലിറ്റി ആണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. കാരണം നിങ്ങൾ അങ്ങനെ ഒരു പോസിറ്റീവ് കാണിക്കുമ്പോൾ അവരെന്താ ചിന്തിക്കാം? ഇവരെന്തായാലും മോശമില്ല, കാരണം ഇവർ ഇന്ന സ്ഥാപനത്തിൽ വന്ന കുട്ടികളാണ്, കുഴപ്പമില്ലാത്ത. കാരണം നമ്മൾ ഇനിയും കുട്ടികളെ പ്ലേസ്ഡ് ആകുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? കാരണം ഇങ്ങനെ വന്ന കുട്ടികൾ നല്ല കുട്ടികളാണ്, അപ്പോൾ എന്തായാലും ഇനി വരുന്ന കുട്ടികൾ നല്ലവർ തന്നെ ആയിരിക്കും, അവർക്ക് ജോലിയൊക്കെ ചെയ്യാൻ പറ്റും, നല്ല കോൺഫിഡൻറ്റുള്ള കുട്ടികളാണെന്നൊരു മെന്റാലിറ്റി അവരുടെ ഭാഗത്തുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഒരു പോസ്റ്റ് വരും. ഇപ്പം നിങ്ങളിപ്പോൾ കയറുന്നതിന് വലിയ പോസ്റ്റാണ്